അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ല എന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ടേ, കേട്ടിന് എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? ആ, കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി, 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരന് ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം മുസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസയും കൊണ്ട് പോന്നോളി.